തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമായ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമ്മളേവരെയും ഒരിക്കൽ കൂടി കൂട്ടിവരുത്തിയ കൃപകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ആയിരിക്കുന്നവർ പല ദേവാലയങ്ങളിലും പല സാഹചര്യങ്ങളിലും ഉള്ളവരാണ് എന്ന് അറിയാമല്ലോ. നമ്മൾ ധ്യാനത്തെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണമുള്ളതായി തീരുകയും ചെയ്യണം. അതുകൊണ്ട് ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ആ ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കുവാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരു ശീലം ഉണ്ടാകരുത്. പൂർണ്ണമായി ഈ ധ്യാനത്തിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, 3 നോയമ്പിന് ശേഷമുള്ള ഈ ദിനങ്ങൾ നമ്മൾ ഒരുക്കത്തോടുകൂടി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ളതിൻ്റെ ഒരു സൂചകമായി നമ്മൾ 18 ദിവസം ഇനി നോമ്പ് എന്നുള്ളത് ഇല്ല എങ്കിലും ഈ 2 ആഴ്ചകൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ വാങ്ങിപ്പോയവരെ ഓർക്കുകയും വാങ്ങിപ്പോയ പിതാക്കന്മാരെ ഓർക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചകളിലേക്കൂടെ കടന്നു പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മളിൽ നിന്നും കടന്നു പോയിരിക്കുന്ന പരിശുദ്ധ പിതാവ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഓർക്കുവാൻ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ഈ ദേവാലയം നമുക്കെന്നും ആശ്രയവും എന്നും നമുക്ക് അനുഗ്രഹങ്ങളുടെ ഉറവിടവുമാണ്. ഓരോ നാളുകളിലും ഇവിടെ കടന്നു വരുന്ന ജനങ്ങളുടെ വിശ്വാസികളുടെ വർധനവ് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും പ്രസരിപ്പിക്കുന്ന നന്മകളും ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടുവാൻ കൂടുതലായി നമ്മളെ ശക്തരാക്കുകയാണ്. അപ്പോൾ ധ്യാനത്തെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കുവാൻ ഇടയാകണം. ഇത് ഒരു വിശ്രമത്തിൻ്റെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ നന്മയിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ വന്ന് കുറച്ചു നേരം നമ്മളൊന്ന് വിശ്രമിക്കുവാൻ തക്കവണ്ണമുള്ള സമയമാണ്. വിശ്രമം എന്ന് പറയുന്നത് ഉറങ്ങുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ഏകാഗ്രമാക്കുവാൻ, മനസ്സിനെ പൂർണ്ണമായി കുറേ നേരം ഒന്ന് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവമായിട്ട് ധ്യാനം മാറണം. ഈ ചിന്തയിൽ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ പൂർണ്ണമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നത്. അറിയാമല്ലോ, സഖായിയുടെ കഥ നമ്മൾക്കറിയാം. സഖായി ദൈവത്തെ കാണുക എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, അല്ലേ? സഖായി ആഗ്രഹിച്ചു ദൈവത്തെ ഒന്ന് കാണണം. അതിനുവേണ്ടി ആഗ്രഹിച്ച സഖായി നമ്മൾ കാണുന്നുണ്ട്. ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടതകൾ സഹിച്ചു, മരത്തിൽ കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് എന്താ? സഖായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കുവാനായി പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 2 ദിവസം സഖായിയുടെ കൂടെ പാർത്തു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏതാനും നിമിഷം നമ്മൾ വേർതിരിക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ വസിക്കുന്ന, ദൈവം നമ്മുടെ ഭവനങ്ങളിലാകുന്ന ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ആ ഒരു സാന്യ മുഹൂർത്തത്തിലേക്കുള്ള ഒരു ചിന്തയായിരിക്കണം ഈ ധ്യാനത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഓർക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനി എന്തുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുവാനുള്ള കാരണം? വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ നമുക്കറിയാം 1 പദങ്ങൾ. ഒന്ന്, ആ മൺമറഞ്ഞു പോയ പിതാവിൻ്റെ വിശുദ്ധ ജീവിതം, അല്ലേ? അദ്ദേഹം ജീവിതത്തിൽ കാട്ടിത്തന്ന വിശുദ്ധിയുടെ ജീവിതം, നന്മയുടെ അനുഭവം. അതുപോലെ തന്നെ ഈ പിതാവ് കാട്ടിത്തന്ന വേർതിരിക്കലിൻ്റെ അനുഭവം. ദൈവമുമ്പാകെ തന്നെ വേർതിരിച്ച് ഒരു പുതിയ മനുഷ്യനായി ലോകത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം, പരിമലത്തിനുള്ള വിശ്വാസം, മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായി പരിമല തിരുമേനിയെ മാറ്റുന്നതും ഈ വിശ്വാസ തീഷ്ണതയാണ്. അപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ധ്യാനത്തിൻ്റെ ഈ സാഹചര്യവും പരിശുദ്ധ പരിമല തിരുമേനിയുടെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ വേർതിരിക്കപ്പെട്ട ജീവിത ചിന്തകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീഷ്ണതയും അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാൻ കഴിയണം. നമ്മൾ ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ ആ വിശുദ്ധിയും നന്മയും വിശ്വാസ തീഷ്ണതയും നമ്മുടെ ജീവിതത്തിലേക്ക് ആഗിരണം ചെയ്യുവാൻ, നമ്മൾ പറയാറുണ്ടല്ലോ,
കാന്തത്തെ ഇരുമ്പ് എങ്ങനെ ആകർഷിക്കുമല്ലോ, ഇരുമ്പ് എങ്ങനെ കാന്തത്തെ ആകർഷിക്കുമോ അതുപോലെ നമ്മൾക്കും ആ വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രേരണയായി മാറണം. അതുകൊണ്ട് ഈ ധന്യ നിമിഷങ്ങൾ നമുക്ക് അതിനായിട്ട് വേർതിരിക്കാം. ആ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ നമുക്ക് സങ്കേതപ്പെടാം. പ്രത്യേകം ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ആധുനിക ഒരു പശ്ചാത്തലമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പത്രമാധ്യമങ്ങൾ കാണുന്ന പല ചിന്തകളും നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കറിയാം, ഏത് സ്ഥാനത്തിരുന്നാലും പണമുണ്ടാക്കാനുള്ളൊരു ആഗ്രഹം ഏത് മനുഷ്യൻ്റെയും മനസ്സിലുണ്ട്. പണമാണല്ലോ ഇന്ന് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പ്രമാണം പറയും. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആധുനികരുടെ പല ചിന്തകളും ഇതുതന്നെയാണ്. മതരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഏതു മേഖലകളിലും നമ്മൾ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു പണസ്വാധീനം മൂലം പലയിടത്തും ഉണ്ടായിട്ടുള്ള അപചയ ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നതല്ലേ, എത്ര നാളൊരു സ്ഥാനത്തിരുന്നാലും പണം കിട്ടും തോറും പണം ഇനിയും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ, സമൂഹത്തിലൊരു പക്ഷെങ്കിൽ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന വളരെയധികം പാവങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ അവരെ മറന്നുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ തങ്ങളുടെ അധികാരങ്ങൾക്ക് വേണ്ടി മതസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന മതസ്ഥാനികൾ, സംസ്കാര നേതാക്കന്മാർ അവരുടെ ചിന്തകൾക്ക് മാത്രം പ്രാധാന്യം ലഭിക്കുവാൻ തക്കവണ്ണം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും നമുക്കൊരാശ്വാസം ലഭിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. അത് മതരംഗത്തായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ രംഗത്തായിക്കൊള്ളട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ, സാമൂഹ്യ രംഗത്താകട്ടെ, എവിടെയും ജനങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൻ്റെ വേദനയിൽ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ നീറുന്ന മനസ്സുമായി ജനങ്ങൾ അല്ലെങ്കിൽ നീറുന്ന മനസ്സിൻ്റെ ഉടമകളായി മനുഷ്യർ തിങ്ങി വേദനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇവിടെ എവിടെയാണ് നമുക്ക് സ്വല്പം ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുക? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ യാത്ര ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അവസാനം ചെന്നു ചേരുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. ആ ഒരു പ്രത്യാശയാണ്, ആ ഒരു അനുഭവമാണ് ഇന്ന് ദേവാലയത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ പലരുടെയും മനസ്സിൽ പലവിധമായ ഭാരങ്ങളുണ്ടാകാം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനകൾ, വിവാഹം പ്രായമെത്തി നിൽക്കുന്ന മക്കളെക്കുറിച്ചുള്ള വേദന, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുടെ വേദന, അതുപോലെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിട്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ തനിക്ക് അംഗീകാരം ലഭിക്കാതെ നീറുന്ന മനസ്സുമായി പ്രവർത്തിക്കുന്നവർ, പഠിക്കുവാൻ സാധ്യമാകാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലകളിലും അവരവരുടെ ചിന്തകളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരിലേറെ പേര്. അപ്പം അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചത്, മറ്റു പലതിലും നമ്മൾ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് ആശ്രയം? ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരിക്കൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന കടലിൽ കൂടി ഒരു കപ്പലിൽ ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണ്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, കടലൊക്കെ വളരെയധികം ക്ഷോഭിച്ചിരിക്കുന്ന അവസരത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു കപ്പൽ. അങ്ങനെ യാത്ര പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കപ്പിത്താൻ പറയുകയാണ്, ഇതാ കപ്പല് അല്ലെങ്കിൽ ഈ പ്രക്ഷുബ്ധമായ കടലിന്റെ അന്തരീക്ഷത്തിൽ കപ്പൽ തകരുവാൻ പോവുകയാണ്, കപ്പൽ ആടിയുലയുകയാണ്. അപ്പോൾ അങ്ങനെ ആടിയുലയുന്ന കപ്പലിൽ ജനങ്ങൾ പ്രാണഭയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉടനെ കപ്പിത്താൻ പറയുകയാണ്, അനൗൺസ്മെന്റ് നടത്തുന്നു, ഇതാ കപ്പൽ പ്രയാസത്തിലേക്ക് പോവുകയാണ്, അവരവരുടെ ലഗേജുകൾ, അവരവരുടെ സാധനങ്ങൾ അവർ സൂക്ഷിച്ചു കൊള്ളണം. ഇനിയും കപ്പൽ ആടി ഉലയുമ്പോൾ ചിലപ്പോൾ സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് സ്ഥാനഭ്രംശം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ലഗേജുകൾ സൂക്ഷിക്കണം. ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ
ഓരോരുത്തരുടെയും പ്രയാസമുണ്ടാകുന്ന മനസ്സ് നമുക്ക് ചിന്തിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. കപ്പൽ തകരുവാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ആശയങ്ങൾ കൂടി അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കൂടി കപ്പൽ കയറിയവരുണ്ട്. കപ്പൽ താഴുവാൻ പോകുന്നു അല്ലെങ്കിൽ നശിക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രാണഭയം, എല്ലാ ജനങ്ങളും പരിഭ്രാന്തിയോടെ ഓടുകയാണ്. അങ്ങനെ ഓടുന്നൊരു ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ, കപ്പല് ഇങ്ങനെ ആടിയുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു, എനിക്ക് കപ്പിത്താനെ ഒന്ന് കാണണം, കപ്പൽ ഓടിക്കുന്ന മനുഷ്യനെ ഒന്ന് കാണണം. അവന്റെ ആഗ്രഹം അതാണ്. അവൻ അതിനുവേണ്ടി ശ്രമിച്ച് അവൻ അതിനെ പ്രയാണം ചെയ്യുകയാണ്. അവൻ പല വൈതരണങ്ങളിലും തരണം ചെയ്ത് കപ്പൽ അവൻ വീഴാൻ തുടങ്ങി. അങ്ങനെ അവൻ പല പ്രയാസങ്ങൾ അകപ്പെട്ടുകൊണ്ട് കപ്പിത്താനെ കാണുവാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കപ്പിത്താനെ കാണാൻ പോകുന്ന ഈ മനുഷ്യൻ, കഥ പറയുന്നത്, അവസാനം കപ്പിത്താന്റെ അടുത്തെത്തി. കപ്പിത്താന്റെ അടുത്തെത്തിയപ്പോൾ കപ്പിത്താനെ കാണുവാൻ സാധിച്ചു. അപ്പോൾ അവൻ കണ്ട കപ്പിത്താന്റെ മുഖം വളരെ വിവരണമായി സന്തോഷത്തിന്റെ അനുഭവമായിരിക്കുന്ന ഒരു കപ്പിത്താന്റെ മുഖമാണ് അവനെ കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്ന കപ്പിത്താനെ കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ തിരിച്ചു വന്ന് തന്നെ, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടേതായ പ്രയാസങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് തിരിച്ചു വന്ന് ഈ മനുഷ്യൻ പറയുന്നു, അല്ലയോ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഒരു നല്ല വർത്തമാനം പറയാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡോണ്ട് ബി അഫ്രൈഡ്, all is right, I have seen the captain face and he smiled. അദ്ദേഹം പറയുന്ന വാക്കിതാണ്, ഡോണ്ട് ബി അഫ്രൈഡ്, നിങ്ങൾ ആരും ഭയപ്പെടരുത്. കാരണം എന്നാ, കപ്പൽ എങ്ങനെയാ മുഴുവൻ ആടിയൊളിഞ്ഞ് തകരുവാൻ പോവുകയാണ്. ഒരു മെസ്സേജും കിട്ടി, കപ്പൽ തകരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺടെക്സ്റ്റിൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ കേൾക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, ഡോണ്ട് ബി അഫ്രൈഡ്, ഈസ് ഇറ്റ് പോസിബിൾ? അത് സാധ്യമാണോ? നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഭയപ്പെടാതിരിക്കാൻ കഴിയുമോ? പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. പിന്നീട് പറയുന്നു, ഓൾ ഈസ് റൈറ്റ്, എല്ലാം വൃത്തിയായിരിക്കുന്നു, എല്ലാം ഭംഗിയാന്ന് പോകുന്നു. ജനങ്ങൾക്കറിയാം. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്നാ, ഐ ഹാവ് സീൻ ദ ക്യാപ്റ്റൻ ഫേസ്, ഞാൻ കപ്പിത്താന്റെ മുഖം കണ്ടു. ആൻഡ് ഹി സ്മൈൽഡ്, ചിരിക്കുന്ന കപ്പിത്താന്റെ മുഖം ഞാൻ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാ സംഭവിച്ചത്? ആ കപ്പിത്താന്റെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ശാന്തരാകണം, ഒന്നും സംഭവിക്കുവാനായി പോകുന്നില്ല. മനുഷ്യരുടെ മനസ്സിൽ ആദി മാറി, മനുഷ്യരുടെ മനസ്സിൽ പ്രയാസങ്ങൾ മാറി. പറയുന്നു, ആ കപ്പലിന്റെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേർന്നു. എന്താ അവിടെ സംഭവിച്ചത്? ആകുലരായിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ, പ്രയാസരായിരിക്കുന്ന മനുഷ്യന്റെ മധ്യത്തിൽ, ഒരു വലിയ കപ്പൽ ഛേദത്തിൽ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം എന്നാ, ക്യാപ്റ്റന്റെ മുഖം സന്തോഷകരമായിരിക്കുന്നു. കാരണം എന്നാ, ക്യാപ്റ്റന്റെ മുഖം സന്തോഷമായാൽ കപ്പൽ യഥാസ്ഥിതിയിലേക്ക് പോകുന്നു എന്നതാണ് അർത്ഥം. അപ്പോൾ ഈ മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാൻ കഥ പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രക്ഷുബ്ധമായ കടലിൽ കൂടി യാത്ര ചെയ്യുകയാണ്. നമ്മളും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നോക്കുവാൻ കഴിയുന്ന മുഖം ക്രിസ്തുവിൻ്റെതായിരിക്കണം. ക്രിസ്തുവിന്റെ മുഖം കാണുമ്പോൾ, ക്രിസ്തുവിന്റെ സന്തോഷത്തിന്റെ മുഖം കാണുമ്പോൾ, ക്രിസ്തുവിന്റെ മുഖത്തിൽ കൂടി നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാകണം നമ്മളെ വഴി നടത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെയാണ്. ഇങ്ങനെ ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് നമുക്കൊരു യാത്ര ആരംഭിക്കാം. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി, ക്രിസ്തുവിന്റെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി നമുക്കും ഒരു യാത്ര ആരംഭിക്കാം. ഈ ധ്യാനത്തിന്റെ അനുഭവം നമുക്ക് ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ ആയിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മുഖം, ബൈബിളിൽ വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. അതിപ്രകാരം നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ സങ്കീർത്തനം 27-ാം സങ്കീർത്തനം 27-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചിട്ടുണ്ടാകാം. ദാവീദ് രാജാവ് എഴുതുന്ന ഒരു ചിത്രം, തന്റെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ കടന്നു പോകുന്ന അനുഭവത്തിൽ, തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ, തൻ്റെ മകൻ തനിക്കെതിരെ തിരിയുമ്പോൾ, താൻ സ്നേഹിച്ചിരുന്ന എൻ്റെ സതീർത്ഥരും സ്നേഹിതരും ദാവീദിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 27-ാം സങ്കീർത്തനം. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് യാത്രയാകുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ഈ വേദഭാഗത്ത് പറയുന്ന ഒരു ചിന്തയുണ്ട്. 27-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന്
കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദാവീദ് രാജാവ് എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കടന്നുപോയൊരു വ്യക്തി. പാപം ചെയ്തു, കുറവുകൾ വന്നുപോയി എങ്കിൽ തന്നെയും അവിടെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് താൻ മാപ്പിരുന്നു. അങ്ങനെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ കടന്നു പോകുന്ന ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ വേദഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ പറയുന്നു, യഹോവേ, എൻ്റെ വെളിച്ചവും എൻ്റെ ആരാകുന്നു, അവനെൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഇത് പറയുകയാണ്, ഇനി ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ രക്ഷവും, യഹോവ എൻ്റെ വെളിച്ചവും, യഹോവ എൻ്റെ വീണ്ടെടുപ്പുകാരനും, യഹോവ എൻ്റെ പാറയും, യഹോവ എൻ്റെ രക്ഷയുമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും ആരെ ഭയപ്പെടും? തുടർന്ന് പറയുന്നു, യഹോവേ, എൻ്റെ ജീവിതത്തിന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവേ, എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? തുടർന്ന് പറയുന്നു, എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് എതിർക്കുമ്പോൾ അവർ ഇടറി വീഴും. എൻ്റെ ശത്രുക്കൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നെ എതിർക്കുവാൻ അടുത്തുകൂടുമ്പോൾ അവരൊക്കെയും ഇടറി വീഴും. ഈ ഇവിടെ പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഒരു വലിയ രാജ്യം തന്നെ എൻ്റെ മുന്നിൽ ആക്രമിക്കാൻ വന്നാൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നാ? യഹോവ എൻ്റെ ബലം. തുടർന്ന് പറയുന്നു, എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ദൈവമുഖം കണ്ടുകൊണ്ട് ആശ്വസിക്കുന്ന ദാവീദ് പറയുന്ന ഒരു വാക്യമാണ്. പിന്നീട് പറയുന്നു, യഹോവയോട് ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ? യഹോവയുടെ മനോഹരത്വം കാണുവാനും യഹോവയുടെ ആലയത്തിൽ രാപ്പകൽ ധ്യാനിക്കേണ്ടതിനും തന്നെ. ഇപ്പോൾ ദാവീദ് ആഗ്രഹിക്കുന്നത് എന്നാ? പണമല്ല. ദാവീദ് ആഗ്രഹിച്ച ലൗകിക സുഖങ്ങളല്ല. ദാവീദ് ആഗ്രഹിച്ചത് എനിക്ക് പണം തരണമെന്നല്ല. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പണത്തിന് ആഗ്രഹങ്ങളൊക്കെ വരും, അല്ലേ? എനിക്ക് ഇന്നത് വേണം, അത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചത് എന്നാ? എനിക്ക് നിന്റെ സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയായി നിന്റെ ദേവാലയത്തിൽ, നിന്റെ ആലയത്തിൽ രാപ്പകൽ രാപാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനപരമായ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെ മന്ത്രമായിരിക്കണം. യഹോവയോടൊരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ദേവാലയത്തിൽ എൻ്റെ ജീവിതം. അപ്പോൾ ഓർക്കും, ഈ പറഞ്ഞ ദേവാലയമാണോ? നമ്മുടെ കുടുംബം ഒരു ദേവാലയമല്ലേ? നമ്മുടെ ജീവിതം ഒരു ദേവാലയമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സമൂഹം ഉൾപ്പെടുന്ന എല്ലാം ഒരു ദേവാലയമല്ലേ? അപ്പോൾ ക്രിസ്തു വസിക്കുന്നത് എവിടെയോ, ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള എവിടെയോ അത് ദേവാലയമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരവും നാം തന്നെയും ദേവാലയമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതമാകുന്ന ആലയം, എൻ്റെ ശരീരമാകുന്ന ആലയം എന്തിനുള്ളതാണ്? യഹോവയെ ധ്യാനിക്കുവാനുള്ളതാണ്. ഈ വലിയൊരു ആഗ്രഹം ദാവീദ് പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോഴാണ് ഈ വേദഭാഗത്തെ കുറിച്ച് അവൻ പറയുന്നത്. ഞാനിങ്ങനെ ദേവാലയത്തിൽ ധ്യാനിച്ചു, ഞാനിങ്ങനെ ആലയത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എൻ്റെ ഹൃദയം പറയുന്നത്, യഹോവയുടെ മുഖം അന്വേഷിപ്പീൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഹൃദയം എന്നോട് പറയുകയാണ്, യഹോവയുടെ മുഖം അന്വേഷിപ്പീൻ. നമ്മുടെ ധ്യാനത്തെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ എത്ര പേർക്ക് വിളി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? യഹോവയുടെ മുഖം. നമ്മൾ ലോകത്തിൽ പല മുഖങ്ങൾ അന്വേഷിക്കുന്നവരല്ലേ? ഇന്നറിയാമല്ലോ, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം വിദേശ പണമൊക്കെ ഉണ്ട്, എല്ലാവരും പുറത്തൊക്കെ ഉണ്ട്. വരുമ്പോൾ കൊണ്ടുവരുന്നതിൽ നിന്ന് കോസ്മെറ്റിക്സ് ആണ്, സ്പ്രേയും അതുപോലെ തന്നെ ഡൈയും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ 10ഉം 60ഉം പ്രായമായവരൊക്കെ ഇന്ന് ഡൈ ചെയ്ത് കണ്ടാൽ നല്ല സുന്ദര കുട്ടന്മാരെ പോലെ ഇരിക്കും. ഞാൻ എൻ്റെ അടിയൊക്കെ നരച്ചു കഴിഞ്ഞു, ഡൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ന് 10ഉം 60ഉം 70ഉം വയസ്സുള്ളവരെ കണ്ടാൽ നമ്മൾ പറയും, അച്ഛാന് 30 വയസ്സ് പോലും തോന്നത്തില്ലല്ലോ അച്ഛാ. കാരണം എന്നാ? ഡൈ ചെയ്ത് കറപ്പിച്ചിരിക്കുക. അതുപോലെ അമ്മച്ചിമാരൊക്കെ ഇന്ന് ഡൈ ചെയ്യുന്നവരുണ്ട്. കോസ്മെറ്റിക്സ്, സൗന്ദര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരാണ്. മുഖമൊക്കെ നല്ല ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി, നല്ല ചുമന്ന പൗഡറൊക്കെ ഇട്ട്, അല്ലേ? കല്യാണത്തിനൊക്കെ പെണ്ണ് ഒരുക്കുന്ന കണ്ടിട്ടില്ലേ? 2 ദിവസത്തെ കല്യാണ ചടങ്ങെന്ന് പറയാൻ മുഴുവൻ ഒരുക്കമാണ്. വേഷിൽ മുതങ്ങി താഴേക്ക് എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യും. അതിൽ നിന്ന് കാശ് മുടക്കുന്നതിന് യാതൊരു മടിയില്ല. നമ്മുടെ മുഖം നമുക്ക് സൗന്ദര്യമായിരിക്കണം. അത് നമ്മുടെയൊക്കെ ഇന്നത്തെ മനസ്സിന്റെ ഹൃദയം എങ്ങനെയോ ചിന്തയില്ല, പ്രവൃത്തി എങ്ങനെയോ ചിന്തയില്ല, മുഖം നന്നായിരിക്കണം. ഇത് മനുഷ്യൻ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കണമെന്ന? സൗന്ദര്യമുള്ളതായിരിക്കണം. എന്നെ കണ്ടാൽ 30 വയസ്സിൽ കൂടുതൽ പറയരുത്.
അമ്മച്ചിമാരോ അങ്ങനെയല്ല. അമ്മച്ചിമാർക്കും ഒരു 30 പറയാണ് 17 വയസ്സും കൊടു അമ്മച്ചി കണ്ട 70 വയസ്സ് കാണും. അമ്മച്ചിയെ കണ്ട 17 വയസ്സാ തോന്നുന്നു പറഞ്ഞാൽ അമ്മച്ചിയും കളരും, അമ്മച്ചിയും സന്തോഷിക്കും. കാരണം എന്നാ, 17 വയസ്സല്ല എനിക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പ്രായത്തെ മാറ്റുവാൻ നമുക്ക് കഴിയും. പക്ഷെങ്കിൽ പ്രായമായെന്ന് മനസ്സ് സമ്മതിക്കണം. 70 വയസ്സായാലും അത് ജീവിതത്തോട് നമുക്ക് കാണുന്നൊരു വൈമുഖ്യമാണ്. എന്ന് പറഞ്ഞു വന്നത്, സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന ഒരു സമൂഹം. നമ്മുടെ മുഖത്തെ ഫേഷ്യൽ ചെയ്താലും വേണ്ടുമില്ല, പൗഡർ ഇട്ടാലും വേണ്ടുമില്ല, മറ്റുള്ളവർ പ്രായം കുറച്ച് പറയണം. പക്ഷെങ്കിൽ ദാവീദ് ആഗ്രഹിച്ചത് ഈ മുഖമല്ല. ദാവീദ് ആഗ്രഹിച്ചത് യഹോവയുടെ മുഖം കാണാനാണ്. യഹോവയുടെ മുഖം കാണണം. ഈ മുഖം കണ്ടുകൊണ്ടാണ് ദാവീദ് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ക്രമീകരിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുന്നത്, കർത്താവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഈ ധ്യാനത്തിങ്കിൽ നമ്മുടെ അന്വേഷണം എന്തിനായിരിക്കണം? യഹോവയുടെ മുഖം കാണുവാനുള്ള അന്വേഷണമായിരിക്കണം. നമ്മളൊക്കെ വീട്ടിലൊക്കെ ക്രിസ്തുവിന്റെ പടം വെച്ചിട്ടുണ്ടല്ലോ, അല്ലേ? വലിയ വലിയ പടങ്ങളും വലിയ വലിയ ചിത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കും. ഒരു നിമിഷമെങ്കിലും ആ പടത്തിന്റെ മുന്നിൽ പോയി ആ ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ആ മുഖത്ത് നോക്കി കുറെ നേരം ഇരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? എവിടെ? മറ്റു കാര്യങ്ങൾ സമയം കിട്ടുന്നില്ല, പിന്നല്ലേ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കാൻ. ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി കുറെ നേരം സംസാരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് നമുക്ക് സമയം കണ്ടെത്തണം. ഒരു ദിവസത്തിൽ ഒരു 2-3 മിനിറ്റെങ്കിലും ദൈവത്തോട് സംസാരിക്കണം. അതിന് ദൈവത്തിന്റെ മുഖം കാണണം. ഈ ദൈവത്തിന്റെ മുഖം കാണുമ്പോൾ, ക്രിസ്തുവിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ എന്താണ് ക്രിസ്തുവിന്റെ മുഖത്ത് നമുക്ക് സ്വീകരിക്കുവാനുള്ളത്? ക്രിസ്തുവിന്റെ മുഖത്തിന് ചില പ്രത്യേകതകളുണ്ട്. ക്രിസ്തുവിന്റെ മുഖം കാണുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മുഖം കാണുമ്പോൾ ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വാധീനിക്കണം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ തന്നെ പല മുഖങ്ങളെ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വരട്ടെ, അച്ഛനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അങ്ങോട്ട് കാണാൻ പോകും. കാണും എന്നാ, നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ഫിലിം സ്റ്റാറിന്റെ മുഖമുണ്ട്. ആ ഫിലിം സ്റ്റാറിനെ കാണുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലേ? ഇപ്പം ഇങ്ങനെ നമുക്കെന്ത് ലോകപ്രകാരം ആകർഷകമായി തോന്നുന്നുവോ അതിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആകർഷകമായ വസ്തു, ഏറ്റവും ആകർഷകമായ വ്യക്തി ആരായിരിക്കണം? ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രം. ഈ ക്രിസ്തുവിനെ നോക്കി നമുക്കൊന്ന് യാത്ര ചെയ്യാം. ക്രിസ്തുവിന്റെ മുഖത്തു നിന്നും നമുക്ക് എന്താണ് സ്വീകരിക്കുവാനുള്ളത്? ക്രിസ്തുവിന്റെ മുഖഭാവത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ ധ്യാനിക്കുവാനായി പോവുകയാണ്. നിങ്ങൾ ആ മുഖത്തേക്ക് നോക്കണം, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭവിക്കുവാൻ കഴിയുന്നു? എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത് ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നാമതായി, ക്രിസ്തുവിന്റെ ആ മുഖത്ത് നിന്നും കാണുവാൻ കഴിയുന്നത് ഒരു പ്രസന്നതയുടെ ഭാവമാണ്. എ റേഡിയന്റ് ഫേസ്. ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കിയാൽ നമ്മളിലേക്ക് പതിക്കുന്ന ഒരു റേസ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്, അല്ലേ? അല്ലേ? ഞാൻ ഓർപ്പിക്കും, നിങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും. ശാസ്ത്രം പറയുന്നത് നമ്മുടെയൊക്കെ തലയ്ക്ക് മീതെ ഒരു പ്രഭാവലയമുണ്ട്, ഔറ എന്ന് പറയും. നമ്മുടെ ശരീരത്തിനൊക്കെ നമുക്കൊരു പ്രഭാവലയമുണ്ട്, നോക്കിയാലും മതി. മറ്റുള്ളവരുടെ പ്രഭാവലയം ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എത്രമാത്രം ദൈവത്തോടടുക്കുന്നുവോ, എത്രമാത്രം ആത്മീയമായി ജീവിക്കുന്നുവോ, അവരുടെ ചുറ്റും പ്രകാശത്തിന്റെ വലയം കൂടുതലായിരിക്കും. ദൈവത്തെ അറിയാത്തവരുടെ, മറ്റു ജീവിതത്തിലേക്ക് പോകുന്നവരുടെ പ്രകാശവലയം കുറഞ്ഞിരിക്കും. അതുകൊണ്ടുള്ള വിശുദ്ധന്മാരുടെയൊക്കെ പടത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു വലയമുണ്ട്, പ്രകാശത്തിന്റെ വലയമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ശരീരത്തിലും നമ്മളിലും ഈ പ്രകാശത്തിന്റെ വലയമുണ്ട്. ഈ പ്രകാശത്തിന്റെ വലയമാണ് നമ്മൾ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രസന്നമായ മുഖത്തിന്റെ അനുഭവമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം. ക്രിസ്തുവിന്റെ മുഖത്തു നിന്നും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ഈ പ്രസന്നതയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, സന്തോഷവും ആനന്ദവും എന്നെ ധരിപ്പിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? സന്തോഷവും ആനന്ദവും എന്നെ ധരിപ്പിക്കണമേ. നമ്മളൊക്കെ പറയുന്നതാണ്. സങ്കീർത്തനത്തില് ദാവീദ് തന്നെ പറയുന്നൊരു വാക്യമുണ്ട്, 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങൾ പറഞ്ഞേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സഹോദരങ്ങളെ, ഇതാണ് ദാവീദിന്റെ ഉറച്ച വിശ്വാസം. ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തിൽ നിന്നും വിഗർഭിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ മുഖത്തു നിന്നും വരുന്ന പ്രസന്നതയുടെ അനുഭവം ആവോളം നുകരുവാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, യഹോവയെങ്കിലേക്ക് നോക്കിയുടെ മുഖം
ലജ്ജിച്ചു പോവുകയില്ല. ഇത് നമ്മളൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നതാണ്. വായിച്ചു ബാർക്കോഴ വിവാദം. എത്ര പണം കിട്ടിയാലും പണം പോരാ എന്ന ആഗ്രഹം. അവിടെയൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നത് ലോകത്തിലുള്ള ആശ്രയമാണ്. പക്ഷെ ഓർക്കുക, ദൈവത്തിൽ നിന്ന് വരുന്ന മുഖത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കണം. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വായങ്ങൾ പഠിച്ചിട്ടുണ്ട്. അബ്രഹാം പിതാവിനെ കുറിച്ച് പറയുന്നു, യഹോവ പറഞ്ഞു, നീ നിന്റെ മകനെ ബലി കഴിക്കുവാനായി മോറിയ മലയിലേക്ക് പോകുക. ഒരു പക്ഷേ നമ്മളാണെങ്കിൽ പറഞ്ഞേനെ കർത്താവിന് പണിയൊന്നുമില്ല, കാരണം ആകെ ഒരു മകനെ തന്നിട്ട് അവനെ ബലി കഴിക്കാൻ പറഞ്ഞ ദൈവം എന്ന ദൈവമാണ് എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെങ്കിൽ അബ്രഹാം തിരിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. അബ്രഹാം മകനോട് പറയുകയാണ്, മകനെ മോറിയ മലയിലേക്ക് പോകുക. അങ്ങനെ വഴിയാത്രയിൽ പോകുമ്പോൾ മകൻ ചോദിക്കുകയാണ്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആടെവിടെ? എന്താ പറഞ്ഞത്? അബ്രഹാം പറഞ്ഞു, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. പ്രിയ സഹോദരങ്ങളെ, ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും? കുഞ്ഞുങ്ങളെ, നന്മയിൽ നിങ്ങൾ വളരുക, മകനെ മകളെ സന്തോഷത്തിൽ ദൈവമുഖം നോക്കി ജീവിക്കുക, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് യാത്ര ചെയ്യുന്ന ആ മുഖത്ത് നിന്ന് വരുന്ന പ്രസന്നയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നത്. നമുക്കെപ്പോഴും പറയാമല്ലോ, വലതുഭാഗത്തെ കള്ളൻ അല്ലേ? എന്താ സംഭവിച്ചത്? ക്രിസ്തുവിന്റെ മുഖത്ത് നിന്നും വരുന്ന ആ പ്രസന്നത ഭാവം കണ്ടിട്ടാണ് അവൻ പറയുന്നത്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അതിനു മുമ്പെങ്ങും ഈ മകനെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല. അവനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? കള്ളൻ എന്ന് തന്നെ അല്ലേ? ചോരൻ, കള്ളനെന്നാ പറയുന്നത് അല്ലേ? സമൂഹത്തിൽ മുഴുവൻ അരാജകത്വം ഉണ്ടാക്കി കള്ളനായി ജീവിച്ചിരുന്ന മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ കുരിശിൽ കിടന്നപ്പോൾ ആ മുഖം കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, അതുവരെയും ക്രിസ്തുവിനെ അറിയാത്ത അവൻ പറയുകയാണ്, കള്ളനായ മനുഷ്യൻ പറയുന്നു, യഹോവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ക്രിസ്തുവിന്റെ മുഖത്ത് നിന്നും ആ വരുന്ന ആ പ്രസന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം വാക്യം, എന്റെ സന്തോഷം ഇവരുടെ ഉള്ളിൽ പൂർണ്ണമാക്കുന്നതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. എന്നാ? എന്റെ സന്തോഷം ഇവരിൽ പൂർണ്ണമാകുവാൻ ഇത് ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന മഹാപുരോഹിത സന്ദേശത്തിന്റെ ഒരു വാക്യമാണിത്. എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണം. ഈ സന്തോഷം പൂർണ്ണമാക്കുന്നതിന് ദൈവത്തിന്റെ മുഖം നമ്മൾ ദർശിക്കുവാൻ കഴിയുമോ? ദാവീദിന്റെ ജീവിതത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞതും ഇതുതന്നെയാണ്. യഹോവയുടെ മുഖം അന്വേഷിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? ദാവീദിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കന്റെ വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. ഇങ്ങനെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വ്യക്തികൾ എങ്ങനെ അവിടെ മനസ്സ് രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവോ അതിനനുസൃതമായി സന്തോഷമുള്ളവനായിരിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വ്യക്തികൾ എങ്ങനെ അവിടെ മനസ്സ് രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ അതിനനുസരണമായി സന്തോഷമുള്ളതായിരിക്കും. എൻ്റെ സന്തോഷത്തിൻ്റെയും എൻ്റെ എല്ലാ ചിന്തകളുടെയും സ്ഥിതി അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ സ്ഥിതി ആരുടെ കൈകളിലാണ്? എൻ്റെ തന്നെ കരങ്ങളിലാണ്. ഞാൻ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ ആ സന്തോഷത്തിൻ്റെ കാരണമാരാണ്? ഞാൻ തന്നെയാണ്. ഇവിടെ പറയുകയാണ്, സൃഷ്ടാവ് നമുക്കെല്ലാം നൽകിയിരിക്കുന്ന ഒരു അവകാശമാണത്. എന്താ അവകാശം? നന്മയുണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുവെങ്കിൽ എൻ്റെ നന്മയുടെ ഉറവിടം എന്നിൽ തന്നെയാണ്. എന്നിലേക്കൊന്ന് നോക്കുവാൻ ഞാൻ തന്നെയാണ് എൻ്റെ സങ്കടത്തിൻ്റെ കാരണം, ഞാൻ തന്നെയാണ് എൻ്റെ വ്യസനത്തിൻ്റെ കാരണം ലോകപ്രകാരമുള്ള പല ആശ്രയങ്ങൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ മുഖം നമ്മൾ മറന്നു പോകും. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്തുവിൻ്റെ ഈ മുഖം കണ്ടുകൊണ്ട് യാത്രയാകുവാൻ, ലോകജീവിതത്തിൽ മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ വായിച്ചു നോക്കണം. ആ ലേഖനത്തിൽ പറയുന്നൊരു 3-4 ഭാഗം ഞാൻ പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഇവിടെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 6-ാം വാക്യം, ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ, പ്രയാസങ്ങളുടെ മധ്യേ കടന്നുപോയൊരു വ്യക്തി, ക്രിസ്തുവിന് വേണ്ടി അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി, ഇങ്ങനെ കാരാഗ്രഹത്തിൽ കടന്ന പൗലോസ് ശ്ലീഹ ചെയ്യുന്നൊരു പ്രവൃത്തിയാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞു,
കാരാഗൃഹത്തിൽ കിടന്നവൻ ഉറങ്ങുകയായിരുന്നു. അറിയാമല്ലോ, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ട് യാമത്തിൽ അല്ലെങ്കിൽ ഇതിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. കൈയും കാലും ബന്ധത്തിനായി കിടക്കാൻ. രണ്ട് സൈഡിലും പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്. നാളെ രാവിലെ അവൻ എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ വിധിച്ച് അവനെ കൊല ചെയ്യുവാൻ, അവനെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കാൻ പോവുകയാണ്. അങ്ങനെ രാത്രിയിൽ പട്ടാളക്കാരുടെ നടുവിൽ പ്രയാസപ്പെട്ടുകൊണ്ട് തന്റെ രാജ്യത്തെ, തന്റെ നാളത്തെ ജീവിതത്തെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ അവരുടെ മധ്യേ കിടന്ന് ഉറങ്ങുകയായിരുന്നു. നമുക്ക് സാധിക്കുമോ? നമ്മളൊക്കെ ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണം. കാരണം എന്നാ, എല്ലാ ഭവനങ്ങളിലെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം പ്രായമായ പിന്നെ ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ്. കാരണം എന്നാ, വീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, സമ്പാദ്യം മുഴുവൻ വീട്ടിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങാൻ നമ്മളെ മനസ്സനുവദിക്കുന്നില്ല. ശരിയല്ലേ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. രണ്ടുപേരോടൊന്ന് അറിഞ്ഞാൽ നമ്മൾ തത്രപ്പെട്ട് പ്രയാസം ജീവിക്കുന്നത്. വൈകിട്ട് കള്ളന്മാർ കയറുമോ, ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമോ, ഇങ്ങനെയുള്ള വ്യഥയോടെ ജീവിക്കുമ്പോൾ സ്ലീപ്പിംഗ് ഹിൽസ് കഴിച്ചുറങ്ങുന്ന ഒരു സമൂഹമായി ഇന്ന്. പക്ഷെ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ പൗലോസ്ലീഹ എന്ത് ചെയ്തു? ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ട്? കർത്താവിന്റെ മുഖം കാണുവാൻ പത്രോസ്ലീഹായ്ക്ക് സാധിച്ചു. വീണ്ടും വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25-ാം വാക്യം. ഇതുപോലെ മറ്റൊരവസരത്തിൽ പത്രോസിനെ, പൗലോസ്ലീഹായെ കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോൾ അവിടെ പറയുന്ന വാക്യം പറയുന്നത്, കാരാഗൃഹത്തിൽ കിടന്നവൻ പാടി. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പാടുകയായിരുന്നു. ഒന്നുറങ്ങുകയായിരുന്നു. രണ്ടു പറയുന്നവന് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പാടുകയായിരുന്നു. ഈ പാട്ട് വരുന്നത് എപ്പോഴാ? ചുമ്മാ തലങ്ങളിൽ പാടും. നമ്മളൊക്കെ മൂളിപ്പാട്ട് പാടാറല്ലേ? ഓപ്പണായിട്ട് യേശുദാസിനെ പോലെ പാടിയില്ലെങ്കിലും അറിയാതെങ്കിലും മൂളിപ്പാട്ട് പാടിപ്പോകാറില്ലേ? ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഭർത്താവെങ്കിലും പാടും, അല്ലെ ഭർത്താവിനെ സന്തോഷിക്കാൻ ഭാര്യയെങ്കിലും പാടും, കുഞ്ഞുങ്ങളെ ഉറക്കാൻ അമ്മമാര് പാടും. ഈ പാടുന്നത് എപ്പോഴാ? സന്തോഷം വരുമ്പോഴാണ് പാടുന്നത്. സന്തോഷം വരുമ്പോഴാണ് പാടുന്നത്. ഇവിടെ പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കിടന്ന് പാടുകയാണ്. എപ്പോൾ? ഇതുപോലെ മരണാസന്നനായി കിടക്കുമ്പോൾ. നമുക്ക് സാധിക്കുമോ? പൗലോസ്ലീഹായി സാധിച്ചു. കാരണം എന്നാ? ക്രിസ്തുവിന്റെ മുഖമായിരുന്നു അവന്റെ മുന്നിലുള്ളത്. പിന്നീട് വായിക്കുന്നു ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് പറയുന്നതിന് കാരാഗ്രഹ ലേഖനം എന്നാ പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്. 2-ാം അധ്യായം 18-ാം വാക്യം, എന്നോടുകൂടി നിങ്ങളും സന്തോഷിപ്പീൻ. എന്നോടുകൂടി നിങ്ങളും. കാരാഗ്രഹ സന്തോഷമാണോ? നമ്മളെ പിടിച്ചൊരു ദിവസം കാരാഗ്രഹം ഇടുന്നത് സന്തോഷമാണോ ദുഃഖമാണോ? നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ പൗലോസ്ലീഹ എന്താ പറയുന്നത്? എന്റെ സന്തോഷം എന്നോടുകൂടി നിങ്ങളും സന്തോഷിപ്പീൻ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹയുടെ 3 വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അവൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു. 2, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പാടുകയായിരുന്നു. 3, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എന്നോടുകൂടെ നിങ്ങളും സന്തോഷിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിന്റെ മുഖദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം. നമ്മൾ കാരാഗ്രഹത്തിലായാലും പ്രയാസങ്ങൾ മധ്യയായാലും പ്രതിസന്ധിയുടെ നടുവിലായാലും ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് പാടുവാൻ, ഉറങ്ങുവാൻ, സന്തോഷിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇതാണ് ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത. ആ ക്രിസ്തുവിന്റെ മുഖമാണ് നമ്മുടെ യാത്രയുടെ ഭാഗമായി മാറേണ്ടത്. ചിലരൊക്കെ ഉണ്ടാകും, രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ മുഖം നോക്കി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. നല്ല കാര്യം. ക്രിസ്തുവിന്റെ മുഖത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് ഞാൻ പറഞ്ഞത്? നമ്മളിൽ 2 സന്തോഷമുണ്ട്. ലൗകിക സന്തോഷവും ഉണ്ട്, ആത്മീയ സന്തോഷവും ഉണ്ട്. പലപ്പോഴും ലൗകിക സന്തോഷത്തിലേക്കാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ലൗകിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷെ ആത്മീയമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പലതും വിട്ടുകളയും. രാവിലെ കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കും വീട്ടുകാരി വന്നു. ഞാനൊക്കെ സേവനം ചെയ്യുന്ന പള്ളിയൊക്കെ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ആള് കുറയുമ്പോൾ ചോദിക്കും, അച്ഛാ ഇത് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന ഗസ്റ്റിനാണോ യേശു ക്രിസ്തുവിനാണോ പ്രാധാന്യം? ആർക്കാ? ചിലർ പറയുന്ന എക്സ്ക്യൂസ്, അത് രാവിലെ വീട്ടിൽ ഗസ്റ്റ് വന്നു അതുകൊണ്ട് പള്ളി വരാൻ ഒത്തില്ല. അപ്പോൾ ആർക്കാ പ്രാധാന്യം? ക്രിസ്തുവിനാണോ ഗസ്റ്റിനാണോ? ഗസ്റ്റിന്. ഇതുപോലെ പലപ്പോഴും രാവിലെ സൺഡേ സ്കൂളിൽ പോകാൻ കുഞ്ഞുങ്ങളെ ഒരുക്കി തീർത്തു. കല്യാണമുണ്ട്, കല്യാണത്തിന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം, അതുകൊണ്ട് സൺഡേ സ്കൂളിൽ വിട്ടില്ല. കല്യാണമാണ് പ്രാധാന്യം, സൺഡേ സ്കൂളാണ്. നമുക്ക് പ്രയോറിറ്റിക്ക് പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിന് ലൗകിക സന്തോഷത്തിന് വേണ്ടിയാ. പ്രാർത്ഥനയോഗത്തിന് നിൽക്കുക,
പ്രാർത്ഥനായോഗത്തിന് പാറങ്ങിയപ്പോഴാണ് അയൽക്കാരി വന്ന് കാര്യം പറഞ്ഞ് സംസാരിച്ചിരുന്നു. ഇന്നെന്താ വരാഞ്ഞത്? അയൽക്കാരത്തെ വീട്ടുകാരി വന്നു, ഞങ്ങള് കാര്യമൊക്കെ പറഞ്ഞു നിന്നുപോയി. ക്രിസ്തുവിനാണോ അയൽക്കാരത്തിലെ വാക്കുകൾക്കാണോ പ്രാധാന്യം? ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റി ഏതിനാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിന് പ്രയോറിറ്റി നൽകുന്ന സമൂഹമായി നമ്മൾ മാറണം. ഇവിടെ ദാവീദ് നമ്മളെ ഓർപ്പിക്കുന്ന സത്യം ഇതാണ്: ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു. എന്താണ്? യഹോവയുടെ മുഖം ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറയുവാൻ നമുക്കും കഴിയട്ടെ എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത എന്നാ? ആ മുഖം സഹനത്തിന്റെ മുഖമാണ്. നമ്മളൊക്കെ എത്രയോ കുറ്റങ്ങൾ ചെയ്തു, എത്രയെത്ര പ്രയാസങ്ങൾ ചെയ്തു. ഇതുവരെയും ക്രിസ്തു നമ്മളെ വഴി നടത്തിയില്ലേ? ഇതുവരെയും ക്രിസ്തു നമ്മളെ ശക്തമായി വഴി നടത്തിയില്ലേ? ഒരു പക്ഷെങ്കിൽ നമ്മൾ അറിയുന്ന ദൈവമാണെങ്കിൽ നമ്മൾ എന്നേ തളർന്നു പോകേണ്ടതാണ്, തകർന്നു പോകേണ്ടതാണ്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ സഹനത, ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പിടിച്ചു നിർത്തി. ഈ ക്രിസ്തുവിന്റെ സ്നേഹമാകണം, ഈ ക്രിസ്തുവിന്റെ സഹന മാതൃകയാകണം, ഈ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ മുഖം നമുക്ക് വഴികാട്ടിയായി മാറണം. പൗലോസ് പത്രോസ് ഇവിടെ ദാവീദ് പറയുന്നതും ഇതുതന്നെയാണ്: ഞാൻ യഹോവയുടെ മുഖം അന്വേഷിക്കുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്ന ക്രിസ്തുവിന്റെ മുഖത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ആ മുഖത്തേക്കൊന്ന് നോക്കുക. ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മാതൃകയാണ്. കാരുണ്യത്തിന്റെ അനുഭവം ചൊരിയുന്ന മുഖമാണ് ക്രിസ്തുവിൻ്റെത്. കാരുണ്യത്തിന്റെ മുഖം, മേഴ്സിഫുൾ ഫേസ്. ക്രിസ്തുവിന്റെ മുഖം കാരുണ്യം നൽകുന്ന മുഖമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്ക് ദൈവം നൽകുന്ന പ്രത്യേക അനുഗ്രഹമാണ് ഈ മാതൃക. കാരുണ്യത്തിന്റെ മാതൃക എന്ന് പറയും. ക്രിസ്തു കരയുന്നവരുടെ കൂടെ കരയുന്നവനാണ്. ക്രിസ്തു സങ്കടപ്പെടുന്നവരുടെ സങ്കടപ്പെടുന്നവനാണ്. ക്രിസ്തു ഭാരം അനുഭവിക്കുന്നവരുടെ കൂടെ ഭാരം അനുഭവിക്കുന്നവനാണ്. ബഥാനിയയിലെ ഭവനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ബഥാനിയയിലെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നത് 4-ാം ദിവസമാണ്. ആ ദിവസത്തിന് ചില സംഗതികൾ അവിടെ നടന്നു. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലാസർ മരിച്ചുപോയി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ക്രിസ്തു ആ ഭവനത്തിന് ദൂരെയായിരിക്കുന്ന 4-ാം പക്കമാണ് തിരിച്ചു വരുന്നത്. അതിനു മുമ്പ് ലാസർ മരിച്ചുപോയി. ലാസറിനെ ഖബറിൽ വെച്ചു. അത് കഴിഞ്ഞ് ക്രിസ്തു വരുന്നു. നമുക്കറിയാവുന്ന എന്തായത്? മാർത്തയും മറിയയും കർത്താവ് പറയുകയാണ്: കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അല്ലേ? ഇപ്പോൾ കർത്താവ് പറഞ്ഞു എന്നാ? മാർത്തേ, നീ വിശ്വസിച്ചാൽ വലിയതായി പ്രവർത്തിക്കുന്ന ദൈവമഹത്വം കാണും. ഇങ്ങനെ പറഞ്ഞിട്ട് മാർത്തയോടും മറിയോടും ചോദിക്കുകയാണ്, അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു കൊടുത്തു, 4 ദിവസമായി കല്ലറ വെച്ചു, നാറ്റം വെച്ചു കാണും. അതുകൊണ്ട് നീ ഇനിയും അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. കർത്താവ് പറഞ്ഞു, എവിടെയാണെന്ന് കാണിച്ചതാ. കർത്താവും അവരും കൂടെ ലാസറിന്റെ ഖബറും കല്ലറകൾ ചെന്നു. കല്ലറകൾ ചെന്നിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഞാനിത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ലാസറിനെ വിളിച്ചു. അതിനു മുമ്പ് ഒരു കാര്യം നടന്നു. അത് ഞാൻ പറഞ്ഞ്, കർത്താവ് എന്ത് ചെയ്തു? ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. എങ്ങനെ? എന്തിനു വേണ്ടി? അപ്പോഴാണല്ലോ പറയുന്നത്, ഇവരെ അത്യധികമായി സ്നേഹിച്ചിരുന്നുവല്ലോ. കാരണം എന്നാ? മാർത്തയുടെയും മറിയുടെയും മറ്റുള്ളവരുടെയും സങ്കടം കണ്ട് കർത്താവിന്റെ കണ്ണുനീര് കർത്താവ് ഇത് ചെയ്തു. കർത്താവ് കണ്ണുനീർ പിഴിച്ചു. എന്താ? കരയുന്നവരുടെ കൂടെ കരയുന്ന ഒരു കർത്താവ്. അപ്പൊ കർത്താവ് പറയുകയാണ്, ലാസർ പുറത്തു വന്നു. ലാസർ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, കൂടെ ക്രിസ്തുവും സന്തോഷിച്ചു. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ലേവിയുടെ ഭവനത്തിലേക്ക് കർത്താവ് ചെന്നു. ലേവിയ ഒരു ചുങ്കക്കാരനായ മനുഷ്യൻ, അവന്റെ ഭവനത്തിലാരും കടന്നു പോകുകയില്ല. പക്ഷെ ചെന്നു, അവനോടുകൂടെ 2 ദിവസം താമസിച്ചു. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. മഗ്ദലക്കാരത്തി മറിയ കർത്താവിന്റെ മുന്നിൽ വന്നു. അവൻ അവളോട് ദയവുള്ളവനായി. ഞാൻ പറഞ്ഞു വന്നതാണ്, കാരുണ്യത്തിന്റെ മുഖമാണ് ക്രിസ്തുവിൻ്റെത്. ഈ കാരുണ്യത്തിന്റെ മുഖമാണ് കർത്താവ് കരയുന്നവരുടെ കൂടെ കരയുന്നത്. ഇന്ന് നമുക്കൊക്കെ ഇല്ലാത്തൊരു കഷ്ടവും ഇതുതന്നെയാണ്. ആർദ്രത മനസ്സ് നമുക്കില്ല, അല്ലേ? സിമ്പതിയുണ്ട്, എമ്പതിയില്ല. നമുക്കൊക്കെ സിമ്പതിയുണ്ട്. അയ്യോ, അവൻ അങ്ങനെ ആയിപ്പോയല്ലോ പറഞ്ഞുകൊണ്ട് തീർന്നു. എമ്പതി പറഞ്ഞാൽ അവന്റെ കഷ്ടത്തോടു കൂടി ഏകീകരിക്കുക, ഏകീഭവിക്കുക എന്നുള്ളതാണ്. സിമ്പതിയുണ്ട്, എമ്പതിയില്ല. നമുക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? എമ്പതിയാണ് ഉണ്ടാകേണ്ടത്. അവന്റെ പ്രയാസത്തോട് കൂടെ ചേർന്ന് സങ്കടപ്പെടുവാൻ,
അവന്റെ കഷ്ടത്തോട് കൂടെ ചേർന്ന് കഷ്ടപ്പെടുവാൻ കഴിയുമ്പോഴാണ് നമ്മൾ അവനോട് ഏകീഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട പ്രത്യേക ഗുണമാണ് ഈ എമ്പതി. എന്നാൽ ഇത് നമുക്ക് ഇല്ലാത്തതും ഇത് തന്നെയാണല്ലോ, അല്ലേ? നമ്മളൊക്കെ ഇന്ന് പലരെയും സഹിക്കുകയല്ലേ. ഭാര്യ പറയും, നോക്കച്ച ഈ ഭർത്താവിനെ ഞാൻ എത്ര നാളുകൊണ്ട് സഹിക്കുക. ഭർത്താവ് തിരിച്ചങ്ങോട്ട് പറയും, അച്ഛാ ഈ ഭാര്യയെ ഞാൻ എത്രയോ നാളോട് കിട്ടുന്ന സമയം മുതൽ ഞാൻ അവളെ സഹിക്കുകയാണ്. കാരണം ജീവിതം സ്നേഹിക്കുകയല്ല, അങ്ങ് സഹിക്കുക. എന്നെ തലയിലായി പോയതുകൊണ്ട് ഞാൻ കൊണ്ടു നടക്കുക എന്നും പറയും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം പരസ്പരം മനസ്സിലാക്കുവാൻ, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുവാൻ ഈ ദൈവത്തിന്റെ മുഖം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. കാരുണ്യത്തിന്റെ മുഖം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാരുണ്യം പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, വീട്ടിലൊരു ആശ്രയമില്ലാതെ ഒരു ധർമ്മക്കാരനായി എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടികളെ തുറന്നു വിടുന്നു. ചില ഭവനം, എനിക്കറിയാം, ചില ഭവനങ്ങളൊക്കെ വീട്ടിൽ അപ്പനും അമ്മയേ ഉള്ളൂ, രാവിലെ വൈകിട്ടും വരെ പട്ടിയെ തുറന്നു വിട്ടു. കാരണം ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് വരികയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈവശം ഒരു 10 രൂപ 1 രൂപ കൊടുത്തിട്ട് മോളെ ഇത് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞ എത്ര മാതാപിതാക്കളുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ സഹാനുഭൂതി പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന മാതാപിതാക്കളുണ്ടോ? നമ്മളൊക്കെ വലിയ വീടുകളിൽ താമസിക്കുന്നു. ഇന്നൊക്കെ വലിയ വീടുണ്ടാക്കി ബോർഡ് എഴുതി വെക്കും, ബിവെയർ ഓഫ് ഡോഗ്സ്. മക്കളെല്ലാം വിദേശത്താണ്, വീട്ടിൽ അപ്പനമ്മയും മാത്രം കാണുകയുള്ളൂ. ബോർഡിൽ എഴുതി വെക്കും, ബിവെയർ ഓഫ് ഡോഗ്സ്. ഈ പട്ടിയെ സൂക്ഷിക്കാന്ന് പറഞ്ഞ ആരെയായിരിക്കും? വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട്, സൂക്ഷിച്ചോണം. പട്ടികളെ വളർത്തുന്നുണ്ട്, കൂടെ എഴുതി വെക്കും, ഈ പട്ടികളെ സൂക്ഷിച്ചോണം. ആരാ? വീട്ടിൽ 2 പട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെ കൂടെ സൂക്ഷിച്ചോണമെന്ന ബോർഡിലൊക്കെ എഴുതി വെക്കുന്നത്. ഇതാണ് കാലഘട്ടം, ബിവെയർ ഓഫ് ഡോഗ്സ്. പ്രിയ സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മുഖം നമ്മൾ ഇന്ന് പറ്റിപ്പോയിരിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹം. ഞാൻ പലപ്പോഴും നിന്നിട്ടുള്ളതാണ് കേരളത്തിന്റെ സ്ഥിതി. കേരളത്തിൽ ഇത്രമാത്രം നന്മ ദൈവം നൽകിയ ഒരു സംസ്ഥാനം വേറെ ഉണ്ട്? രാജ്യമുണ്ടോ? സംസ്ഥാനമുണ്ടോ? എന്താണ് നമ്മുടെ അവസ്ഥയുടെ പരിതാപാവസ്ഥ? നമ്മളെ ഭരിക്കുന്നവർക്ക്, നമ്മളെ നയിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മന്ത്രി പൊങ്കുമാരൊക്കെ ഉണ്ടല്ലോ, എന്താ ചെയ്യുന്നത്? സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വലിയ വെളിച്ചം, ഒരു വെള്ളി വെളിച്ചം പകരുവാൻ ഇവർ കഴിയുന്നുണ്ടോ? ഇവിടൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്യുമല്ലോ, അല്ലേ? രാവിലെ വൈകുന്നേരം വരെ ക്യൂവിൽ നിന്ന് വെയിലത്ത് നിന്ന് വോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നത് എന്നാ? അടുത്ത ഇലക്ഷനില്ല. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നന്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ ഓർക്കുക, ഈയിടെ പ്രസിദ്ധനായ ഒരു കവിത എഴുതി. അദ്ദേഹം എഴുതി വാക്കിങ്ങനെയാണ്: നമ്മുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിച്ചു നിൽക്കുന്ന ഈ അഭ്യുതകാംക്ഷികൾ നമ്മുടെ കയ്യിൽ നിർണായകമായ വോട്ട് വാങ്ങിയ ശേഷം അവരുടെ മുമ്പാകെ നമ്മൾ പാദസേവ ചെയ്യുന്നത് ശരിയാണോ? അർത്ഥം മനസ്സിലായിരുന്നു. അദ്ദേഹം ചോദ്യമാണ്, നമ്മുടെ മുന്നിൽ വന്ന് നമ്മുടെ അവകാശമാകുന്ന വോട്ട് വാങ്ങുവാൻ നിന്ന് അഭ്യർത്ഥിക്കുന്ന ഈ ദരിദ്രന്മാരോട് വോട്ട് ചെയ്ത് ജയിച്ച ശേഷം നമ്മൾ അവരുടെ മുന്നിൽ പോയി നിന്ന് അവരോട് യാചിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ? ഒരിക്കലുമല്ല. മിനിസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം സേവകൻ എന്ന. സേവകൻ എന്ന് പറഞ്ഞ ആരാ? യേശു ക്രിസ്തുവാണ് മാതൃക. മറ്റുള്ളവരെ കർത്താവ് പറഞ്ഞ എന്നാ? ഞാൻ സേവിക്കപ്പെടുവാനല്ല, സേവിക്കുവാനായിട്ടാണ് വന്നത്. ഈ വാക്കാണ് മിനിസ്റ്റർ. ഞാൻ പറഞ്ഞു വന്നത് മാത്രമൊന്നുമല്ല, മന്നയുടെ നന്മ, മറ്റുള്ളവരുടെ പ്രയാസത്തോട് കൂടെ ചേർന്ന് സഹതപിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് അന്യമായിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത. ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. സമറിയാക്കാരനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ, നീയും പോയി, എന്നാ പറഞ്ഞത്? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? മുറിവേറ്റു കിടക്കുന്നവനെ അവന്റെ ജാതി നോക്കിയല്ല സ്നേഹിക്കുക. ഇന്ന് ഗർഭാവസ്ഥയുടെ കാലഘട്ടമാണ്, അല്ലേ? നമ്മളെ മുറിവേറ്റവനെ മതം നോക്കിയല്ല അവനെ ശുശ്രൂഷിക്കേണ്ടത്. നമ്മുടെ അയൽക്കാരൻ നമ്മുടെ ആളാണോ എന്ന് നോക്കി അവനെ കരുതുക എന്നുള്ളതല്ല. ജാതി ഏതുമായിക്കൊള്ളട്ടെ, മതം ഏതുമായിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത്, നല്ല സമരിയാക്കാരൻ അവൻ മതം നോക്കിയില്ല. അവൻ മുറിവിൽ ഏറ്റ് അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുപോയി? സത്രത്തിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിച്ചു. കർത്താവ് പറയുന്നത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കർത്താവ് നമ്മളോടും പറയുന്നതും ഇതാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അതുകൊണ്ട് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ ഭാവം എന്നാ? ഈ കാരുണ്യത്തിന്റെ ഭാവമാണ്. പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ.
നമ്മളൊക്കെ ഇന്ന് ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നടക്കുന്നവരല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആത്മീയതയുടെ കേന്ദ്രമാണ്. എത്ര കൺവെൻഷനുകളാ! പേരെടുത്ത് നോക്കിയ കുമ്പനാട് കൺവെൻഷൻ, തിരുവല്ല കൺവെൻഷൻ, പരിമല കൺവെൻഷൻ, പിന്നെ അങ്ങോട്ട് പോയിട്ട് തിരുവല്ല ഭാഗത്ത് തന്നെ ഇപ്പൊ 2-3 ബോർഡ് അങ്ങോട്ട് യേശു വിളിക്കുന്നു, യേശു അത്ഭുതം തിരുവല്ല നടത്തുന്നു. ഇങ്ങനെ എത്ര കൺവെൻഷൻ നടക്കുന്ന കാലഘട്ടമാണ്. എവിടെയാണ് നമുക്ക് ഒരു മാറ്റം ദർശിക്കുവാൻ കഴിയുന്നത്? ആത്മീയതയുടെ കുഴപ്പമല്ല, അത് പറഞ്ഞു തരുന്നതിന് കുഴപ്പമല്ല. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ചുരുങ്ങിയ മനസ്സുകളിലേക്ക് ചെറിയ മനസ്സിനുടമകളായി മാറുന്നു. കാരണം എന്നാ? ഞാനും എൻ്റെ കുടുംബവും. അന്ന് യോശുവ പറഞ്ഞത് പോയി, ആ വാക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ പാലിക്കുക. ഞാനും എൻ്റെ സഭയും, ഞാനും എൻ്റെ കുടുംബവും, ഞാനും ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും ചുരുങ്ങിയ മനസ്സുകൾക്ക് ഉടമകളായി പോവുകയാണ്. ഇവിടെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത. ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന, എല്ലാവരെയും കരുതുവാൻ കഴിയുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ ഉടമയാണ് ക്രിസ്തു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിന്റെ മുഖം നമുക്ക് വഴികാട്ടികളായി മാറണം. ഒന്നാമതായി ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് അത് സഹനത്തിന്റെ മുഖമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. മൂന്നാമതായി ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കൂ. ക്രിസ്തുവിന്റെ മുഖത്ത് നമ്മൾ കാണുന്നത് സഹനത്തിന്റെ മുഖമാണ്, അല്ലേ? അത് നമ്മൾ കണ്ടത് അത് റേഡിയൻ പ്രസന്നതയുടെ മുഖമായിരുന്നുവെങ്കിൽ, രണ്ടാമതായി കണ്ടത് നമ്മൾ ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ് എങ്കിൽ, മൂന്നാമതായി ക്രിസ്തുവിന്റെ മുഖത്ത് നമ്മൾ കാണുന്നത് സഹനത്തിന്റെ മുഖമാണ്. ഫേസ് ഓഫ് പേഷ്യൻസ്, സഹനത്തിന്റെ മുഖം. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കൂ. നമ്മൾ പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 67-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ ചിലർ അവനെ തല്ലി, അപ്പോൾ ചിലർ അവനെ മുഖത്തടിച്ചു, അപ്പോൾ ചിലർ അവനെ മുഖത്ത് കാക്കിച്ചു തുപ്പി, എന്നിട്ട് അവന്റെ തലയിൽ ഒരു ചെങ്കോല് വെച്ചു കൊടുത്തല്ലേ, കിരീടം വെച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, നിന്നെ അടിച്ചത് ആരാണെന്ന് പറയുക. ക്രിസ്തുവിന്റെ സഹനത്തിന്റെ മുഖമാണ്. ക്രിസ്തുവിനെ ചിലർ തല്ലി, ക്രിസ്തുവിനെ ചിലർ പരിഹസിച്ചു, ചിലർ തുപ്പി, അവനെ വേണ്ടുവോളം അവരെ പലതും ചെയ്തു. പക്ഷെങ്കിൽ ആ ക്രിസ്തുവാണ് കാൽവറിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എന്താ പറഞ്ഞത്? കർത്താവേ, ഇവർ ചെയ്തതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് കഴിയുമോ? ക്രിസ്തുവിന്റെ മുഖമുള്ളവർക്ക്, ക്രിസ്തുവിന്റെ മുഖത്തെ സൂക്ഷിച്ചു നോക്കുന്നവർക്ക്, ക്രിസ്തുവിന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇത് പറയുവാൻ കഴിയുള്ളൂ. നിങ്ങൾ മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. മദർ തെരേസ ഒരു മനുഷ്യനോട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു വലിയ ധനാഠ്യന്റെ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അവനോട് സംസാരിക്കാൻ ചെന്നതാണ്. ഒരു വലിയ ധനാഠ്യന്റെ ഭവനമാണ്. മദർ തെരേസയെ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പാവങ്ങളെ സഹായിക്കുവാനാണ് അവരുടെ പ്രധാന ഉദ്ദേശം. കുഷ്ഠരോഗികളെ സംരക്ഷിക്കുക. അതിന് അവരോട് പണം ചോദിക്കാൻ ചെന്നാണ് ഈ മനുഷ്യൻ. അവർ മദർ തെരേസ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദേഷ്യം വന്നു. ആ മനുഷ്യൻ ആഞ്ഞൊരു തുപ്പ് കൊടുത്തു. മദർ തെരേസയുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കണം. നവീൻ ചൗൾ എഴുതിയ മദർ തെരേസയുടെ പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ആഞ്ഞൊരു തുപ്പ് കൊടുത്തു. അപ്പോൾ ഈ സാധുവായ സ്ത്രീ, നിനക്കറിയാം, ദേഹം മുഴുവൻ ചുക്കിച്ചൊളിഞ്ഞ് ആര് കണ്ടാലും ഒന്നുപോലെ നോക്കുവാൻ അത്ര സൗന്ദര്യമില്ലാത്തൊരു വ്യക്തി മദർ തെരേസയെ വളരെ സൗമ്യതയോടുകൂടി ആ തുപ്പൽ തൻ്റെ കൈകൊണ്ട് മുഖത്തു നിന്ന് മാറ്റി. എന്നിട്ട് ആ മദർ തെരേസ ആ മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് തരുവാനുള്ളത് നീ തന്നു, മദർ തെരേസയ്ക്ക് തരുവാനുള്ളത് തന്നു, ഇനിയും എൻ്റെ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരണമേ. പറയുന്നു, ആ മനുഷ്യൻ പാടെ മാറി. മദർ തെരേസ പറഞ്ഞു തന്നെ, എനിക്ക് ലഭിക്കുവാനുള്ള തുപ്പൽ നീ തന്നു, പക്ഷെ ഇനിയും എൻ്റെ പാപങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായിക്കുവാൻ നീ തരണം. ആ മനുഷ്യൻ അത് കേട്ടുകൊണ്ട് മനസ്സ് മാറി രൂപാന്തരപ്പെട്ടു. നിനക്കറിയാം, ആ മനുഷ്യനാണ് റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒക്കെ വലിയ ആളായിട്ട് മാറിയത്. മദർ തെരേസ ഒരു ചെറിയ സാധുവായ സ്ത്രീ ഈ ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ സഹനത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും ഈ സഹനത്തിന്റെ മാതൃക ക്രിസ്തുവിന്റെ ജീവിതം നോക്കൂ. ജനിക്കുന്നത് കല്ലടാവിൽ. എന്താണ്? ഹെറോദോസിനെ ഭയന്നുകൊണ്ട് ഓടുന്ന കന്യക മറിയാം. ക്രിസ്തുവിനെ ജനിച്ചു വീഴുന്നത് കല്ലടാവിൽ. ജനിച്ചു കഴിഞ്ഞും തീർന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നു, ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പറഞ്ഞപ്പോൾ ഇനിയും നീ മടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൻ ഇടയ്ക്ക് പോയി നസ്രത്തിൽ പോയി പാർത്തു. ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് നസ്രത്തിൽ പോയി പാർത്തു.
അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് നീചർക്ക് നീചരായി നൽകുന്ന കുരിശുമരണം കർത്താവ് സഹിക്കുന്നു. എത്രമാത്രം സഹനമാണ് ക്രിസ്തുവിന്റെ കണ്ണിൽ നിന്ന്, ക്രിസ്തുവിന്റെ മുഖത്ത് നിന്ന് നമുക്ക് ആർജിക്കുവാനായി കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ മുഖത്തു നിന്ന് വരുന്ന മൂന്നാമത്തെ ആ മുഖത്തിന്റെ ഭാവമാണ് സഹനത്തിന്റെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം. അവിടെ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾക്കിനിയും ലോകത്തിൽ കഷ്ടതകളുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹനമുണ്ടെങ്കിൽ, ലോകത്തെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവിന്റെ മുഖം നമ്മുടെ മുഖങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ മുന്നിൽ ഉണ്ടാകണം, നമ്മുടെ കുടുംബജീവിതത്തിന് മുന്നിൽ ഉണ്ടാകണം. ഞാൻ പറയുന്ന വാക്കുണ്ട്, നമ്മുടെയൊക്കെ ഭവനങ്ങൾ എഴുതി വെക്കാറില്ലേ, ക്രൈസ്റ്റ് ഈസ് ദ അൺസീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. ഏതോ പ്രൊട്ടസ്റ്റന്റുകാർ എഴുതി വെച്ചു, അത് നമ്മൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മുഴുവൻ കൊണ്ട് വീടിന്റെ മുന്നിൽ കെട്ടിത്തൂക്കി അടിച്ചു വെക്കുകയും ചെയ്യും. എന്നാ എഴുതി വെക്കുന്നത്? ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. ശരിയാണോ? നമ്മുടെ ഭവനങ്ങളൊക്കെ അൺസീനാ, ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. ആ പേര് മാറ്റണം. ക്രൈസ്റ്റ് ഈസ് ദ സീൻ ഗസ്റ്റ്. ഗസ്റ്റ് എന്ന വാക്കിനെ പ്രയോഗമല്ല. ക്രൈസ്റ്റ് ഈസ് ദി എന്ന് പറയണം, ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ക്രൈസ്റ്റ് ഇസ് ദ ലീഡർ ഓഫ് ദിസ് ഹൗസ്. ആ വാക്കാ കറക്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ അൺസീൻ ഗസ്റ്റ് ഓഫ് ദി ഹൗസ് എന്നുള്ള ബോർഡാണെങ്കിൽ ഇത് എടുത്തു മാറ്റണം. ക്രൈസ്റ്റ് നമ്മുടെ ഭവനങ്ങളിൽ കാണപ്പെടുന്ന നായകനാകണം, വീട്ടുകാരനായി മാറണം. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ നായകത്തിനായി സ്വീകരിക്കുവാൻ, ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബം നയിപ്പാൻ, നമുക്ക് ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അതുകൊണ്ട് ഈ പ്രത്യേക ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസ്ലീഹയുടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. എന്താ പൗലോസ്ലീഹ ആഗ്രഹിച്ചത്? കർത്താവോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ശരീരത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, എൻ്റെ ശരീരത്തിലുള്ള വ്യാധി തന്നിരിക്കുന്നു, പ്രയാസം തന്നിരിക്കുന്നു, അതൊന്ന് മാറ്റിത്തരണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 6-ാം ഭാഗത്തിൽ കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ലോകത്തിലുള്ള എല്ലാതിനേക്കാളിലും ദൈവത്തിന്റെ കൃപയാണ് പ്രാധാന്യം. അത് നേടുവാൻ, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ നേടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. ഏത് പ്രവൃത്തി ചെയ്താലും ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇത് പറയുന്നത് പോലെ, ഞാൻ ദൈവത്തിന്റെ യഹോവയുടെ മുഖം അന്വേഷിക്കും. ഇത് പറയുവാൻ എനിക്കും നിങ്ങളും കഴിയുമോ എന്നുള്ളതാണ് പ്രാധാന്യം. നമുക്കറിയാമല്ലോ, സഹനമാണ് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു കഥ ഇപ്രകാരം പറയുന്നു. ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അന്നത്തെ വിഷയം എന്ന് പറയാൻ അറിയാമോ, കൊക്കൂണിൽ നിന്നും ഒരു പുഴു എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു 2-3 കൊക്കൂൺ കൊണ്ട് അവിടെ വെച്ചു. കൊക്കൂൺ കൊണ്ട് വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം ഈ കൊക്കൂൺ കുറച്ചു കഴിയുമ്പോൾ പൊട്ടിച്ച് അത് പുറത്തു വരും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണ സഹിതം വിശദമാക്കും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ കൊക്കൂണിൽ നിന്നും അതിന്റെ മുട്ട പൊട്ടി എന്തോന്നിങ്ങനെ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ അദ്ദേഹം കൊണ്ട് വെച്ച് 3 കൊക്കൂണും പൊട്ടുവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അധ്യാപകൻ പുറത്തു പോകണം. പുറത്തു പോകുമ്പോൾ അധ്യാപകൻ കുട്ടിയോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒന്ന് പുറത്തു പോവുകയാണ്, ആരും ഈ കൊക്കൂണെ തുടരുത് എന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ പുറത്തുപോയി. അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ നോക്കി കൊക്കൂണിൽ നിന്നും ഈ പുഴു പുറത്തു വരുവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു? അതിൻ്റെ കൊക്കൂണിന്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുത്തു. പൊട്ടിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ പുഴു പെട്ടെന്ന് പുറത്തു വന്നു. പക്ഷേ പുറത്തു വന്ന പുഴു പെട്ടെന്ന് ചത്തുപോയി. അപ്പോൾ അധ്യാപകൻ തിരിച്ചു വന്നു. അധ്യാപകൻ തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഞാൻ പറഞ്ഞ നേരെ എതിരായിട്ട് പ്രവർത്തനം. നമുക്ക് അങ്ങനെയല്ല, പറയുന്നതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചിന്ത. അങ്ങനെയല്ല ആദാമിനും ഹവ്വായ്ക്കും പറ്റിയത്. പക്ഷെ ഇവിടെ അധ്യാപകൻ പുറത്തു വന്നു. അധ്യാപകൻ നോക്കിയപ്പോൾ കൊക്കൂണിന്റെ മുകൾവശം മുഴുവൻ പൊട്ടിച്ചു വിട്ടിരിക്കുന്നു, പുഴു ചത്തും കിടക്കുന്നു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, ആരാണ് നിന്റെ കൂട് പൊട്ടിച്ചു കൊടുത്തത്? കുട്ടികൾക്ക് പറയാൻ സങ്കോചമായി. അവസാനം ഒരു കുട്ടി പറഞ്ഞു, ഇന്നാരാണെന്ന് പറഞ്ഞു. അധ്യാപകൻ തിരിച്ചവിടെ പറയുകയാണ്, അല്ലയോ കുട്ടികളെ, ഞാൻ ഈ കൊക്കൂൺ നിങ്ങൾ തുടരുതെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? കാരണം ഈ കൊക്കൂണിന്റെ ഭാഗത്തുനിന്ന് പൊട്ടി അത് പുറത്തു വരുന്ന, അത് തന്നെ പൊട്ടി പുറത്തു വരുന്നൊരു ശക്തിയുണ്ട്, എനർജിയുണ്ട്. ആ ശക്തിയിൽ നിന്നാണ് ആ പുഴു ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കൊക്കൂൺ പൊട്ടിക്കൊടുത്താൻ സഹായിച്ചാൽ എന്ത് ചെയ്യും? അതിന് സ്ട്രഗിൾ ചെയ്യാൻ കഴിയില്ല. ആ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ആ പുഴുവിനെ മനോഹരമായ ചിത്രശലഭത്തിലേക്ക് വളരുവാനുള്ളതിൻ്റെ
ആരംഭമായിട്ട് മാറുന്നത്. ഇവിടെ നിങ്ങൾ പൊട്ടിച്ചു കൊടുത്തോടുകൂടി ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ആ പുഴു ചാകാനിടയായി. ഞാൻ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിലും സ്ട്രഗിളാണ് നമ്മളെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. രോഗമുണ്ടാകുമ്പോഴാണ് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അറിയാമല്ലോ, കിഡ്നി ഫൗണ്ടേഷൻ്റെ ഡേവിഡ് ചെറമേലൊക്കെ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്? അദ്ദേഹത്തിൻ്റെ കിഡ്നി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, ഈ കിഡ്നി ഫൗണ്ടേഷൻ ഇനിയും ഉണ്ടാകണം. അനേകം പേർക്ക് അസുഖം ഉണ്ടാകുന്നു. ഇനിയും ഈ രോഗികൾക്ക് കിഡ്നി ലഭിക്കുവാൻ തക്കവണ്ണമുള്ളൊരു സംഘടന ഉണ്ടാക്കണം. അങ്ങനെയാണ് കിഡ്നി ഫൗണ്ടേഷൻ ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, സ്ട്രഗിൾ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് പ്രതിപ്രവർത്തനം ഉണ്ടാകുകയുള്ളൂ. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഫെയില്യൂർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഫെയില്യൂർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പരാജയം. ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോയിരിക്കുന്നത് തന്നെയാണ്. അറിയാമല്ലോ, SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, കുട്ടി കയറി ആത്മഹത്യ ചെയ്തു. കാരണം എന്നാ? ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരു സമൂഹം. കാരണം എന്നാ? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം എന്നാ? നമ്മുടെ കുഞ്ഞുങ്ങളും പറഞ്ഞെടുക്കാറില്ല, മോളെ നീ പരാജയപ്പെടണം. ആരെങ്കിലും പറഞ്ഞെടുക്കും, മോളെ 10ാം ക്ലാസ്സിൽ തോക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞെടുക്കും? ഈ കൂടുതലിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ തോറ്റാൽ സാരമില്ല എന്ന് പറയും? എവിടെ? നമ്മൾ പറയുന്നത് എങ്ങനെയാ? മോളെ നീ ഫസ്റ്റ് ക്ലാസ് വാങ്ങണം, ഫസ്റ്റ് റാങ്ക് വാങ്ങണം. അപ്പുറത്തെ മോളെ നോക്ക്, അവളെല്ലാത്തിനും A+ ആണ്, നീ ഒരാൾ A2 വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. ഇതാണ് പരാജയം. നമ്മൾ ഓർക്കേണ്ടത്, പരാജയമുണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം, ഇല്ലേ? ഇപ്പൊ ജീവിതത്തിൽ അങ്ങനെയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്, നെപ്പോളിയൻ നിങ്ങൾക്കറിയാം, ഒരു വലിയ രാജ്യത്തിന്റെ ഫ്രാൻസിലെ ഏകാധിപതിയായി ഭരിച്ചിരുന്ന നെപ്പോളിയൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹത്തെ എൽബ നാട്ടിലേക്ക് നാടുകടത്തി. അങ്ങനെ നാടുകടത്തപ്പെട്ട നെപ്പോളിയൻ ഒരു ഏകാന്ത തടവിൽ ഒരു ഗുഹയ്ക്കകത്ത് നിൽക്കുന്നു. അങ്ങനെ ഗുഹയ്ക്കകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെറുതെ മുകളിൽ നോക്കുമ്പോൾ ഒരു ചെലന്തി വല കെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യത്തെ ചാട്ടത്തിന് ചെലന്തി ചാടി, പക്ഷെ താഴെ പോയി. അങ്ങനെ 7 പ്രാവശ്യവും ഈ ചെലന്തി വീണ്ടും വീണ്ടും വല കെട്ടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വല കെട്ടാൻ നോക്കുമ്പോഴൊക്കെ പരാജയപ്പെട്ടു. 8ാം പ്രാവശ്യം ഈ ചെലന്തി ഒരൊറ്റ ചാട്ടം ചാടി അപ്പുറത്തെത്തി വല നെയ്തു. നെപ്പോളിയൻ മനസ്സിലാക്കി, പരാജയമുണ്ടാകാം, പക്ഷെങ്കിൽ ഇതിന് വീണ്ടും വിജയത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നവർ. അങ്ങനെ നെപ്പോളിയൻ തിരിച്ചു വന്ന് വീണ്ടും യുദ്ധത്തിലൊക്കെ ഏർപ്പെടും. പക്ഷെ പരാജയപ്പെട്ടു പോയെങ്കിലും ചരിത്രം പറയുന്നു, അതാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്നും പാഠം പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് വഴികാട്ടികളാകണം. ഈ ക്രിസ്തുവിന്റെ മുഖം നമുക്ക് നോക്കാം. ഒന്നാമതായി പറഞ്ഞ ക്രിസ്തുവിന്റെ മുഖം എന്താണ്? റേഡിയന്റ് ഫേസ്, പ്രസന്നതയുടെ മുഖമാണ്. ജീവിതത്തിൽ പ്രസന്നത അനുഭവം നൽകുന്ന ക്രിസ്തുവിന്റെ മുഖം. രണ്ടാമതായും പറഞ്ഞ ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. നമ്മളെ ദൈവത്തോടുകൂടി നോക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. മൂന്നാമതായും പറഞ്ഞ ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. ഈ കാരുണ്യത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നാലാമതായി നമ്മൾ കാണുന്ന ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത, ധൈര്യവും ദൃഢനിശ്ചയവും നിറഞ്ഞ ദൈവത്തിന്റെ മുഖം. ധൈര്യവും ദൃഢനിശ്ചയവും നിറഞ്ഞ ക്രിസ്തുവിന്റെ മുഖം. ധൈര്യത്തോടു കൂടിയാണ് കർത്താവ് ഏത് കാര്യത്തെയും സമീപിച്ചത്. യെരൂശലേമിലേക്ക് പോകുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു. യെരൂശലേമിലേക്ക് തിരികെ പോയാൽ കർത്താവിനെ അവർ പിടിക്കും, കൊല്ലും എന്ന് കർത്താവിന് അറിയാം. കർത്താവ് പറയുകയാണ്, ഞാൻ ഇനിയും യെരൂശലേമിലേക്ക് പോകുന്നു. മറ്റേ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, കർത്താവേ നീ അങ്ങോട്ട് പോകരുതേ. ഒരു വേള പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തി പറഞ്ഞു, നിനക്കിത് സംഭവിക്കരുതേ എന്ന് പറഞ്ഞു. അവനെ വിളിച്ച കർത്താവ് വിളിച്ചു. കർത്താവോട് പറഞ്ഞത്, സാത്താനെ നീ എന്റെ പുറകെ പോകും. ഇതുപോലെ വേറെ സമയം യേശു യെരൂശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർ തടഞ്ഞു. അപ്പോൾ തോമാസ് ലീഗ പറഞ്ഞു, ക്രിസ്തുവിനോട് മരിക്കുവാൻ നമുക്കും പോകാം. ക്രിസ്തുവിന്റെ ആ ഭാവം, ദൃഢനിശ്ചയത്തോടുകൂടി, അതുപോലെ തന്നെ ധൈര്യത്തോടുകൂടിയ ക്രിസ്തുവിന്റെ സമീപനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർജിക്കുന്ന ഒരു കഴിവാണിത്. ഏത് അവസ്ഥയിലും ദൃഢനിശ്ചയത്തോടുകൂടി അതിൽ അഭിമുഖീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ പ്രതിസന്ധികളുടെ മുന്നിൽ കർത്താവ് ഒരിക്കലും അധൈര്യപ്പെടുന്നില്ല. അല്ലെ, കർത്താവിന് വേണമെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് രക്ഷിക്കാമായിരുന്നു, പിതാവിന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് പ്രാർത്ഥിച്ചേനെ കേസനോടത്തിൽ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. പക്ഷെങ്കിൽ ക്രിസ്തു കുരിശിൽ നിന്ന് രക്ഷപ്പെടുവാനോ കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനോ സന്നദ്ധനായിരുന്നില്ല. മുഴുവൻ ത്യാഗങ്ങളും സഹിച്ച്
ധൈര്യത്തോടു കൂടി അവൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു. ഇതാണ് കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ മുഖം നമുക്ക് കാണാം. കർത്താവ് പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക, ക്രിസ്തു എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഇംഗിതവും ആഗ്രഹവും. ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവിനെ കുറിച്ച് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് നോട്ട് എ വിക്ടീം ബട്ട് എ വിക്ടർ. ഒരു വിക്ടീമായിട്ടല്ല, ഒരു വിക്ടറായിട്ടാണ് കർത്താവ് മുന്നിൽ നിൽക്കുന്നത്. കർത്താവിൻ്റെ ധൈര്യവും ദൃഢചിത്തതയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിക്കുവാൻ കഴിയണം. യോഹന്നാൻ സ്നാപകൻ അറിയാമല്ലോ, ഹെറോദോസിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ ചെയ്തത് തെറ്റാണ്. കാരണം എന്നാ, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് തെറ്റാണ് എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നു. നാഥാം പ്രവാചകൻ ദാവീദോട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ മുഖം നോക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കുവാനും പറയുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ മുഖം നമുക്ക് ആശ്വാസമാകണം. കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത ഒന്നാണ് ഞാൻ പറഞ്ഞു. ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് എന്നാ? നല്ല പ്രസന്നതയുടെ അനുഭവമാകണം. രണ്ടാമതായി ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് സഹനത്തിൻ്റെ മാതൃക പഠിക്കണം. മൂന്നാമതായി ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി കാരുണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. നാലാമതായി ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ക്രിസ്തുവിൻ്റെ മുഖം നമ്മുടെ യാത്രയിൽ നമുക്ക് വഴികാട്ടികളാകട്ടെ. ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം നോക്കി നമുക്ക് യാത്ര തിരിക്കാം. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ധ്യാനത്തിൽ കൂടി ഈ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ ഈ ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് വഴികാട്ടികളായി മാറുവാൻ ഈ ധ്യാനത്തിൽ കൂടി നമുക്കിടയാകട്ടെ. നമ്മൾ കുറേ സമയം മാത്രമേ ഈ ദൈവമുമ്പാകെ ചെലവഴിച്ചുള്ളൂ. ഈ സമയം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഏറ്റവും ദൈവകൃപയുടെ അനുഭവമായി മാറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര തിരിക്കാം. ദാവീദിന്റെ ആ വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ചിലവിടാം. ക്രിസ്തുവിന്റെ മുഖം അന്വേഷിപ്പീനെന്ന് യഹോവയിൽ നിന്ന് കൽപ്പന വരുന്നു. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ യഹോവയുടെ മുഖം അന്വേഷിക്കുന്നു. ദൈവം നമ്മെ